രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. രേണു സുധി കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ പറയാം, അത് ഞാൻ വഴിയെ പറയാം. കുറേ വിവാദങ്ങൾക്കിടയിലൂടെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ വോയിസ് മാത്രം ഇട്ട് എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല, വോയിസ് മാത്രം ഇട്ട് എന്താണ് ഇവൾ വിരൂപിയാണോ, അല്ലെങ്കിൽ എന്താ ഇവക്ക് ഒരു ഫേസ് ഇല്ലേ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നോട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കൾക്കറിയാം കൊല്ലം സുധിയും ഞാനും റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പുള്ളി മരിച്ചിട്ട് പോലും ആ വീട്ടിൽ കയറാത്ത ഞാൻ, പുള്ളി മരിച്ചിട്ട് കയറിയില്ല എന്ന് ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല. പുള്ളി മരിച്ചപ്പോൾ ഞാൻ പോയി, എൻ്റെ കടമ ഞാൻ നിറവേറ്റി, ഞാൻ പുള്ളിയുടെ ബോഡി കോട്ടയത്തേക്ക് എടുത്തപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതിൽ ഇപ്പം ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത്. പിന്നെ ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പുള്ളീനെ വിറ്റ് ഇതുവരെ കാശ് മേടിച്ചിട്ടില്ല, കാശ് ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ മാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞ് ഞാൻ വലിയ ഒരു ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ രേണു സുധിയുടെ ഭാര്യ അപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഇതുവരെ ഒരു വീഡിയോസിലോ കാര്യങ്ങളിലോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരി എന്തായാലും ഒരു ലൈവും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിൽ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ രേണു സുധിയുടെ ഇപ്പോൾ എപ്പോൾ തുറന്ന് നോക്കിയാലും ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫുൾ രേണു സുധിയുടെ ന്യൂസ് മാത്രമേ ഉള്ളൂ. വേറെ ആരുടെയും ന്യൂസ് കാര്യങ്ങളൊന്നും കാണാനില്ല അല്ലേ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും രേണു സുധി കുറച്ച് ഓവർ തന്നെയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നതും അതാണ്. പുള്ളിക്കാരി അറിയില്ല എന്നാണ് ആദ്യം രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കമൻറ്റുകൾ വന്നു. ഞാനതൊന്നും എടുത്തു വെക്കാൻ പോയില്ല. മരിച്ചുപോയ സുധിയെ അടക്കം കുറ്റം പറയുന്ന രീതിയിലാണ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുധിയും നല്ല ആളല്ലല്ലേ, ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു, അങ്ങനെ ഇപ്പോൾ ഈ മരിച്ചു പോയ വ്യക്തിയെ വരെ കുറ്റം പറയേണ്ട സ്ഥിതി കൊണ്ട് എത്തിച്ചത് ഈ രേണു എന്നൊരു രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് 100% എന്താണ്, ആ മരിച്ചു പോയവിടെയും പോലും ആ ആൾക്ക് ഒരു സമാധാനവും ഇല്ല. അപ്പം മരിച്ചിട്ട് ഇത്രേ ആയിട്ടുള്ളൂ, 1 വർഷം ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ ഈ പുള്ളിക്കാരി അപ്പോഴേക്ക് മരിച്ച് കുറച്ചാകുമ്പോഴേക്കേ തുടങ്ങി, മരിച്ചു കഴിഞ്ഞ് കുറച്ചാകുമ്പോഴേക്കേ തുടങ്ങി ഓരോരോ ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കാനും ആവാനും എല്ലാം തുടങ്ങി. അപ്പോൾ ഓരോന്നോരോന്ന് കുത്തിപ്പോക്കി എന്താ പറയുക, സുധിയെ എല്ലാവരും നല്ലൊരു മനുഷ്യൻ എന്ന് നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്നതാണ്. പക്ഷെ അതെല്ലാം തിരുത്തി എഴുതാനാണ് ഇപ്പോൾ രേണു കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാം. ഇപ്പോൾ കിച്ചു ഈ പുള്ളിക്കാരുടെ മോനല്ല തോന്നുന്നു. അപ്പോൾ സുധി 3ഓ 4ഓ ഒക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. ആ കമൻറ്റിൽ നിന്നും ഇതെന്നൊക്കെ അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ എന്തൊക്കെയോ മെസ്സേജുകൾ, ഇവർ അയക്കുന്ന മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയത്, എന്താണ് ഇവരുടെ അരുതാത്തുള്ള ഇതൊക്കെ കണ്ടപ്പോഴാണ് പുള്ളിക്കാരി ഡിവോഴ്സ് ആയത് എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിൽ നിന്നും എന്താണ് സുധി എന്നൊരു വ്യക്തി അന്ന് തന്നെ മരിച്ചുപോയി എന്ന ഒരു രീതിയിലാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. എനിക്ക് കുറച്ച് മാന്യത ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ വെളിയിലേക്ക് വരാത്തത്. പിന്നെ ഇപ്പം വെളിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യവും കൂടി വന്നതുകൊണ്ടാണ്. അവൾ പറഞ്ഞു, എന്നെ അറിയില്ല, ഞാനുമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ, അത് സത്യം തന്നെയാണ്. ഞാനുമായിട്ട് പുള്ളിക്കാരത്തിയെ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല പുള്ളിക്കാരത്തിയായിട്ട്. പിന്നെ ഇതിൽ കുറേ ഫ്രണ്ട്സിന് എന്നെ നന്നായിട്ട് അറിയാവുന്നവരാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ്, സുധിയുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവരാണ്. ഇതെല്ലാം ഓക്കെ. അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇനി ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ സുധിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ രേണു സുധി എന്ന് പറയുന്ന, രേണു സുധി അല്ല രേണു, അന്ന് രേണു ആയിരുന്നു, പുള്ളിക്കാരത്തി മെസ്സേജ് ഇടുകയും ഞാൻ കാണാനിടയുണ്ടാവുകയും അവൾ പറഞ്ഞ എല്ലാം, അവളുടെ ഇൻ്റർവ്യൂസ് ഫസ്റ്റ് മുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡിസംബർ 15-ാം തീയതിയാണ് ഞാൻ ഇവരെ മെസ്സേജ് ആദ്യമായിട്ട് പിടിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേർപിരിഞ്ഞു. അന്നേ സുധി ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നോ മരിച്ചു കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ മരിച്ച ഒരാളെ പറ്റി എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല, ഞാനത് ചെയ്യില്ല. ഒരിക്കൽ പോലും പുള്ളീനെ വിറ്റ് ഞാൻ കാശുണ്ടാക്കിയിട്ടില്ല. ഇനി എനിക്കതിനോട് താല്പര്യമില്ല. പിന്നെ
ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ, എൻ്റെ സഹോദരനെ മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾക്കാർ പറയുണ്ടായി കിച്ചുവിനെ ഞാൻ നോക്കിയിട്ടില്ല, അല്ല കിച്ചുവിനെ ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാറുണ്ടായി. ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടീനെ അല്ലെങ്കിൽ ആ മകനെ എൻ്റെ കൂടെയല്ല അവൻ നിന്നത്, അവൻ അച്ഛൻ്റെ വീട്ടിലാണ് അവൻ നിന്നത്. അപ്പോൾ എനിക്ക് അവനെ നോക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അവനെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പോൾ വർഷങ്ങളായി അവനെ കണ്ടിട്ട്. സുജേട്ടൻ്റെ മരിപ്പിനാണ് ഞാൻ അവനെ കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും നല്ല ബിസി ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളായിരുന്നു. കാരണം ഷോസുകളാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസുകളാണെങ്കിലും അപ്പോൾ നമുക്ക് അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ള ടൈം കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സത്യം. പിന്നെ രേണുസുതി അതിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഞാൻ ഇതുവരെയായിട്ടും അവളെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കണമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ നിമിഷം വരെ. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞ് അതിന് അതിര് കടന്നപ്പോൾ ഈ പട്ടിയുടെ വായിൽ കൊണ്ടുവന്ന് കോലിട്ട് കുത്തുമ്പോൾ ചിലപ്പോൾ അത് ഒരു പ്രാവശ്യം മിണ്ടാതിരിക്കുമായിരിക്കും, പിന്നെയും കുത്തുമ്പോൾ അത് മിണ്ടാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു ലൈവിലേക്ക് വന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ചിലവരത് പോസിറ്റീവായിട്ട് എടുക്കും, ചിലവരത് നെഗറ്റീവായിട്ട് എടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾ പറയുന്ന കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ആരും വിശ്വസിക്കരുത്. കാരണം ഇതെല്ലാം കള്ളമാണ്. പിന്നെ അവളെപ്പറ്റി എനിക്ക് കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു, പുള്ളിക്കാരത്തിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വെച്ചിട്ട്, നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് എന്താ അവൻ എന്നോടൊന്നും മിണ്ടാഞ്ഞേ എന്ന് ഞാൻ പുള്ളിക്കാരത്തിയോട് ചോദിച്ചു. പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായത് കൊണ്ടായിരിക്കാം മിണ്ടാത്തേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനിപ്പം കാറ്ററിംഗ് സർവീസിന് പോകുന്നു, അല്ല അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ്. മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണുസുതി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ്. മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധിക്ക് കിച്ചുവിനോടാണ് സ്നേഹം, പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല. സുധി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിൻ്റെ പുറകെയാണ് എന്നൊക്കെ ഇവൾ കുറേ ബാഡായിട്ട് കിച്ചുവിനെ കുറിച്ച് കുറേ ബാഡായിട്ട് എന്നോട് സംസാരിച്ചു, നല്ല ബാഡായിട്ട് സംസാരിച്ചു. ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല, ഇതുവരെ ഒരു കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഇന്നലെ രാജ് ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഒരു വിഷയം ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. രേഷ്മ തങ്കച്ചൻ്റെ അച്ഛൻ തങ്കച്ചൻ തൂങ്ങിച്ചാകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണ് കാരണമെന്ന് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ആ തെളിവൊന്നും ഞാൻ ഇവിടെ നിരത്തുന്നില്ല. ആണ് രേണുവിന്റെ ഇത്. അപ്പോൾ കിച്ചുവിന് ഇനിയിപ്പോൾ ഇതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. രേണുവിനെ തകർക്കാനാണോ രേണുവിനെ ഇതാവാനാണോ ഇവരുടെ തെളിവുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇവർ തെളിവൊക്കെ കൊണ്ടുവരട്ടെ. രേണുവിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സും പുള്ളിക്കാരിക്ക് വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും കിച്ചുവിനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കിച്ചു വന്നു കഴിഞ്ഞാൽ സുധി വന്നു കഴിഞ്ഞാൽ പിന്നെ കിച്ചുവിൻ്റെ പുറകെ നടക്കും, എന്നെ മൈൻഡ് ചെയ്യാറില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ ഇപ്പോൾ കിച്ചുവിനെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ രേണുവിൻ്റെയും കിച്ചുവിൻ്റെ കൂടെയൊക്കെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെയൊക്കെയോ അപാകതകൾ പണ്ടേ തോന്നിയതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയൊക്കെയോ ഇതുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും ഇതൊക്കെ ഇനി രേണുവായിട്ട് തന്നെ എല്ലാ സംഭവങ്ങളും കുത്തിപ്പൊക്കി കൊണ്ടുപോയി വരും. ഇനിയിപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് പോലും രേണുവിന് കിട്ടാത്തൊരവസ്ഥ വരും. എന്താ പറയുക, ശരിക്കും ആത്മഹത്യയുടെ വക്കിൽ തന്നെയാണ് ഇപ്പോൾ. പിന്നീട് കുറച്ച് ഇപ്പോൾ ഉള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാകുമ്പോൾ ലാസ്റ്റ് പിന്നെ എന്താ ചെയ്യുക, ആത്മഹത്യയുടെ വക്കിൽ എത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ഈ രേണുസുതി കൊണ്ട് എത്തിക്കുന്നത്. എന്തെല്ലാം കാട്ടിക്കൂട്ടലാണ്. ഇത് ഫോണ് തുറന്നു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി എന്താ പറയുന്നത് ഈ പുള്ളിക്കാരിക്ക് പോലും അറിയുന്നില്ല. കുറേ ക്യാമറയിൽ തൂക്കി കുറേ ആളുകൾ പുറകെ നടക്കുന്നു, ഇവളെന്തൊക്കെയൊക്കെയോ വിളിച്ചു പറയുന്നു. പിന്നെ അത് എടുത്ത് പല രീതിയിലാണ് പലരും അത് പറയുന്നത്. അത് സ്പ്രെഡ് ചെയ്ത് പല രീതികളിൽ
രീതികളിലാണ് പോണത്. കുറേ ഇന്റർവ്യൂ കൊടുക്കുന്നു, അതിലും എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുന്നു. അങ്ങനെ ഇത് എന്താ പറയാ, ഇത് ശരിക്കും രേണുയുടെ കുഴി തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അല്ലാതെ ഇതിൽ യാതൊരു ലാഭവും രേണുവിന് കിട്ടാനില്ല. ഇത് ഇപ്പോഴത്തെ റീച്ച് ഇതൊന്നും കണക്കാക്കണം. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പോവും. പിന്നെ എന്താ പറയുക, ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ രേണു കൊണ്ട് എത്തിക്കും. രേണുവിൻ്റെ മകൻ ഇപ്പോൾ ഋതപ്പൻ, ഇത് ചെറിയൊരു കൊച്ചാണ്. അത് വളർന്നു കഴിഞ്ഞാൽ അതും തിരിഞ്ഞു കൊത്തുന്ന ആ ഒരു സിറ്റുവേഷൻ അവസ്ഥ വരും. ഇപ്പോൾ ഷാജിയുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. 5 മക്കൾ എന്ന് പറഞ്ഞ് പുള്ളിക്കാർ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിക്കുന്നതൊക്കെ ആ മക്കൾ വളർന്നു കഴിഞ്ഞാൽ ആ വെല്ലുവിളികളെല്ലാം അവസാനിക്കും. അവർ തിരിഞ്ഞു കൊത്തുന്ന സമയത്ത് തിരിഞ്ഞു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നമ്മൾക്ക് ഉത്തരങ്ങൾ ഉണ്ടാവില്ല. അപ്പം അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവര് കിടന്ന് എന്തൊക്കെയൊക്കെയോ വന്ന് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് കാണിക്കുന്നു, പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നത്. ഇവർക്ക് കൂടി യാതൊരു ഇതുമില്ല. എന്തായാലും നമുക്ക് കുറച്ച് ഭാഗം കൂടെ കേട്ടിട്ട് വരുന്നത് കേട്ട് നോക്കൂ. ഞാനും ഒരു പെണ്ണാണ്. ചിലപ്പം ഇത് കഴിയുമ്പോൾ എന്നെക്കുറിച്ച് വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരും. നോ പ്രോബ്ലം, അതിലൊന്നും എനിക്ക് ഒരു വിഷയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്താണെന്ന് എൻ്റെ ഫാമിലിയിലും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, എന്നെ സ്നേഹിക്കുന്നതും കുറച്ച് ആൾക്കാരെ മാത്രം എനിക്ക് ബോധിപ്പിച്ചാൽ മതി. സമൂഹത്തിന് മൊത്തം നമ്മൾ ഞാൻ നല്ലയാണെന്ന് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ എൻ്റെ കുറച്ച് സഹോദരങ്ങളെ എനിക്ക് ഇത് വെളിപ്പെടുത്തണമായിരുന്നു. കാരണം ഞാൻ ഒളിച്ചിരുന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മാന്യമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പോകുന്ന ഒരാളാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള പല പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതും കൂടി എടുത്ത് എനിക്ക് തലയിൽ വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇതുവരെയായിട്ടും ചർച്ചയിൽ കൊണ്ടുവരാഞ്ഞത്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞല്ലോ, ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളും പറയാനായിട്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് മരിച്ചുപോയൊരു വ്യക്തിയെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷെയിമാക്കി കാണിക്കാനും, ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്, അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാനുമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇതുവരെയായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയകളിൽ എൻ്റെ ഫേസ് കാണിക്കാനായിട്ട് ഞാൻ വരാതിരുന്നത്. പിന്നെ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കറിയില്ല, നിങ്ങൾ ഓരോരുത്തർ എനിക്ക് കമൻ്റായിട്ട് എന്നോട് പറയുക. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുടെ ജീവിച്ച് പോകുമ്പം എന്തോ ഒരു പേപ്പർ എഴുതി ഒക്കെ കൊടുക്കുമെന്നൊക്കെ ഒരു ഇത്രയും നാൾ ജീവിച്ചിരുന്നു എന്നുള്ള, അല്ല ഒരുമിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ മാരേജ് ചെയ്തു, ഇല്ലെങ്കിൽ ഡിവോഴ്സ്ഡായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പേപ്പർ എഴുതി കൊടുക്കും എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു പേപ്പറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കൊല്ലം കോർട്ടിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ ലിവിങ് ടുഗദർ സെറ്റപ്പിൽ ജീവിച്ചു കഴിഞ്ഞാൽ കൊല്ലം കോർട്ടിൽ, അതായത് നിയമപരമായിട്ട് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അറിവുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നിയമപരമായിട്ട് മാരേജ് ചെയ്ത് ജീവിച്ചവർ നിയമപരമായിട്ട് തന്നെ ഡിവോഴ്സ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലിവിങ് ടുഗദറിൽ താമസിക്കുന്ന ഒരാൾ, ഇതൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. എന്തൊക്കെയൊക്കെയാണല്ലേ നടക്കുന്ന ലോകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് എന്തൊക്കെയൊക്കെയോ ഇതാണ് ഈ പുള്ളിക്കാർ തന്നെ പുറത്ത് കൊണ്ടുവന്ന് ഇവർക്കും ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതൊക്കെ വിളിച്ച് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആയതാണ്. ഈ പുള്ളിക്കാർ ഇതുവരെ ക്യാമറയ്ക്ക് മുമ്പിലൊന്നും വന്നിട്ടില്ല. ഇവർ ഇങ്ങനെ ഒരാളുണ്ടോയെന്ന് പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ രേണുസുതി പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനൊരു വ്യക്തി ഉണ്ടെന്നും ഇവരുടെ കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയുന്നതും ഗതി കെട്ടിട്ട് പുള്ളിക്കാരി ഒരു ലൈവായിട്ട് അതുപോലെ വീഡിയോ ഒക്കെ ആയിട്ട് പുള്ളിക്കാരി വന്നത്. അപ്പോൾ എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അറിയാത്തവർക്കായിട്ടാണ്. പിന്നെ എന്നെ കുറേ ആൾക്കാർ ഭയങ്കര മോശമായിട്ട് കമൻസുകളൊക്കെ വരുന്നുണ്ട്. നീ ആരാടി, മറ്റേ മോളെ മറിച്ച മോളെ, പിന്നെ നിനക്ക് വെളിയിലേക്ക് വരാൻ പറ്റാത്തത് എന്താണ്, നീ എന്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല? ഞാൻ അതിനൊരു മറുപടി, ഈ പറഞ്ഞ, അതായത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടേ, ഈ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇടുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റ് കാശ് മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അവരുടെ ഫെയിമിൽ എനിക്ക് വളരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. സഹോദരങ്ങളോടായിട്ട് പറയുവാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ. ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനോ ഒന്നുമല്ല. ഈ രേണുസുതിക്ക് എന്നെ നന്നായിട്ടറിയാം. ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ
രേണുസുതിക്ക് അറിയാം. രേണുസുതി അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മെനഞ്ഞാന്നത്തെ ഇൻ്റർവ്യൂവിൽ. വീണ അറിയോ? അറിയില്ല. പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല. സത്യം തന്നെയാണ്, എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഐഡിയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ, മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ, ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നത് അവരെ പ്രൊഫൈലാണ് നോക്കുന്നത്. ആ പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും. അവൾ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ടല്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ടല്ല, ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ രേണുസുതിക്ക് ഒരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല. റോബിൻ പറഞ്ഞതൊക്കെ സത്യമാണ്. സുധിച്ചേട്ടൻ ഒരിക്കലും കൊല്ലം വിട്ടു പോകാനായിട്ട് ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ സുധിച്ചേട്ടൻ എങ്ങനെ കോട്ടയത്ത് പോയി അവിടെ നിന്നു, ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നോടും പറയാറുണ്ട്, മദ്യപിക്കുമ്പോൾ പറയും, സുചേട്ടാ നിങ്ങൾ പെട്ടെന്ന് തന്നെ തട്ടിപ്പോന്നൊക്കെ നമ്മളിങ്ങനെ കോമഡിയിൽ പറയുമ്പം പറയും, മക്കളെ അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കൊല്ലത്ത് തന്നെ കൊണ്ടുവന്ന് അടക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ റോബിനെ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഇരിക്കുമ്പോൾ പറയാറുണ്ട്. ഒരിക്കലും എൻ്റെ ഗുരുനാഥനാണ്, എന്നെ ഫീൽഡിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നൊരു വ്യക്തിയാണ്, എൻ്റെ ഗുരുനാഥനാണ്. അപ്പം എൻ്റെ ഗുരുനാഥനെ ഉപരി എക്സ് ഹസ്ബൻഡിനുപരി എൻ്റെ ഗുരുനാഥനായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ ഇപ്പോഴും ഇഷ്ടം. പിന്നെ കുറേ കാലമായിട്ട് ഞങ്ങൾ കാണാഞ്ഞിട്ട് ഞങ്ങൾ കണ്ടു. അത് കൂടെ വന്ന വ്യക്തികൾക്കറിയാം. ആ വ്യക്തികൾ ഈ ലൈവ് ഇപ്പോൾ കാണുന്നുണ്ട്. ഞങ്ങൾ കുറേ അധികം സംസാരിച്ചു. എനിക്കിത് തെളിയിക്കാനായിട്ട് ഈ പറയുന്ന രേണുവിന് പോലും ചിലപ്പോൾ അത് അറിയത്തില്ലായിരിക്കും. എനിക്കത് തെളിയിക്കാനായിട്ട് എൻ്റെ കയ്യിൽ തെളിവുകളില്ല. സംസാരിച്ചതൊന്നും മെയ് 20-ാം തീയതിയാണ് ഞാൻ പുള്ളീനെ കാണുന്നത്, ഞാൻ സംസാരിക്കുന്നതും. ഞങ്ങൾക്ക് അവസാനമായിട്ട് അതുവരെ ഞാൻ കാണാൻ ഇടയുണ്ടാക്കിയിട്ടില്ല. അപ്പം കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു, ഞാനും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ പുള്ളി മരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഈ പറയുന്ന കൂട്ടുകാരോടൊക്കെ ആയിട്ട് പുള്ളി മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പുള്ളീനെ ബോഡി കൊണ്ടുവരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോഡി തിരിച്ചെടുത്തപ്പോഴാണ്. നിങ്ങൾ ഇത് കണ്ടല്ലോ, പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് കൊല്ലം സുധിക്ക് ഒരിക്കലും കോട്ടയത്ത് പോയി നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്താ പറയുക, കോട്ടയത്ത് പോയി നിൽക്കാൻ, കൊല്ലം എന്നൊരു സ്ഥലം വിട്ടു നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ മരിക്കുവാണെങ്കിൽ ഇപ്പം മദ്യപിക്കുന്ന സമയത്ത് പറയത്രേ, നിങ്ങൾ പെട്ടെന്ന് തട്ടിപ്പോവും എന്നൊക്കെ പറയുമ്പോൾ സുഹൃത്തുക്കളും ഇവരൊക്കെ ചേർന്നിരുന്ന് മദ്യപിക്കുമ്പോൾ തട്ടിപ്പോവെന്ന് പറയുമ്പോൾ എന്നെ ഒരിക്കലും കൊല്ലത്ത് അടക്കണം, അല്ലാതെ വേറെ എവിടെ അടക്കരുത് എന്ന് പുള്ളിക്കാരൻ പറയാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ഈ പുള്ളിക്കാരി രേണുവിൻ്റെ മതാചാരപ്രകാരമാണ് സുധിയെ അടക്കിയത്. അവളുടെ ആ ഒരു വാശി പുറത്തായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്ന് തന്നെ ഇപ്പം ഇതൊന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇത് രേണു കാരണം പല സംഭവങ്ങളും ഇതും പുള്ളിക്കാരി തന്നെ കുത്തിച്ചകഞ്ഞ് രേണുവിൻ്റെ പപ്പയും ചേർന്ന് എല്ലാം പുറത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇവരെല്ലാവരും കൊണ്ടെത്തിക്കുന്ന ആ ഒരു ഇതിൽ വരും എന്ന് തന്നെയാണ് ഈ ഓരോരുത്തരും വന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. എന്ത് തന്നെയാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വരും. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. ആ ഒരു ഇതിലേക്കാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കപ്പോൾ കണ്ടറിയാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു. ഇതിപ്പോൾ ഡെയിലി ഓരോരോ ഇതുമായിട്ടാണ് പുറത്ത് വരുന്നത്. ഇതിനൊരു അവസാനം കാണുന്നില്ല. ഷാജിയുടെ ആ ഒരു ഇതുപോലെ ഇതും തുടർക്കഥ സീരിയൽ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അവസാനം കാണുന്നില്ല. ഇതിൽ കുറേ ഇവരിൻ്റെ ഓരോരോ കാര്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്താ പറയുക, എല്ലാം ഇവർക്ക് ഇത് തന്നെ ഒരു ഇതിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെ വരും. അപ്പോൾ എനിക്കിതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എന്താ പറയാനുള്ളത്, ഇത് തന്നെ ഡെയിലി ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു 10-12 ഇൻ്റർവ്യൂകളും അതുപോലെ തന്നെ വീഡിയോസുകളും കാണാം. ഈ പുള്ളിക്കാരിയുടെ പല കഥകളും ഇതും എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. റീച്ചിന് വേണ്ടി എന്തെല്ലാമോ കാണിച്ചു കൂട്ടി എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരിക്ക് പോലും ബോധമില്ല എന്നാണ് തന്നെ പറയാം. എല്ലാം കഴിഞ്ഞ് വീട് പൊളിഞ്ഞു എന്ന് പറയുന്നു, വീട് ചോരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, എന്തൊക്കെയൊക്കെയോ പറയുന്നു. കിച്ചുവിൻ്റെ കുറ്റം പറയാനുള്ള ഒരു ഇതില്ല. മീഡിയ മൊത്തം പബ്ലിക് മൊത്തം കിച്ചുവിന് സപ്പോർട്ട് ആയതുകൊണ്ട് കിച്ചുവിനെ ഒന്നും വിട്ട് പറയുന്നില്ല. ഇല്ലെങ്കിൽ അവന്
അവനെയും ചേർത്ത് കുറ്റം പറഞ്ഞ് അവന് നല്ല അവനക്കും ഒന്നും പറയാൻ പറ്റില്ല. അവൻ്റെ അമ്മയാണ്, അമ്മയുടെ സ്ഥാനത്ത് കണ്ടതാണ്. അപ്പോൾ കിച്ചുവിനെയും പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ തരത്തിലാണ് പുറത്ത് വരുന്നത്. എന്തായാലും ഇനി എന്തൊക്കെ വരുന്നുള്ളത് പടച്ചോന് മാത്രം അറിയാം. ഇനി എന്തൊക്കെയാണ് ഈ പുള്ളിക്കാരൻ്റെ ഇത് പുറത്ത് വരുന്നതെന്ന്. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇത്ര പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ രേണുസുതിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.